കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. ഒരു കുഴപ്പമില്ല എന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറുസ്ഥലത്ത് ഇന്ന് തന്നെ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് കണക്കുകൾ പറഞ്ഞത്, എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ചിലർ പറഞ്ഞു കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു, എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ആദ്യം പോയി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്ക്. എന്താണ് കേരളത്തിൻ്റെ സ്ഥിതിയെന്ന്. രാവിലെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ട്രഷറിക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. ദയനീയമായ സ്ഥിതിയാണ്. ഇപ്പോൾ രണ്ടാം ഗഡു നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുക്കേണ്ട രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഒഴിച്ച് കുറച്ച് പൈസ കൊടുത്തു. വല്ലതും മാറിക്കിട്ടുമോ ട്രഷറിയിൽ നിന്ന്? ഏതെങ്കിലും ഒരു പൈസ മാറിക്കിട്ടുമോ? പഞ്ചായത്തിൽ പുല്ല് വെട്ടിയതിന് കാശ് കൊടുത്താൽ ബില്ല് കൊടുത്താൽ പാസ്സാവില്ലല്ലോ. ഒരു ഓട പണിയാൻ കാശുണ്ടോ? ഓട പണിതാൽ ബില്ല് ട്രഷറി കൊടുത്താൽ പാസ്സാവോ? ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ്. ബോധ്യം വേണം. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല. എന്താ സ്ഥിതി? ഓരോ വകുപ്പിലെ സ്ഥിതി എന്താ? ദേ സപ്ലൈക്കോ, അതേ ഇവിടെ ഇല്ല. സപ്ലൈക്കോ 3 മാസമായി 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. 10,500 കോടി രൂപ കൊടുക്കാനുണ്ട്. മാവേലി സ്റ്റോറിൽ ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ഇല്ല. നിങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി. ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ? 717 കോടി. കൊടുത്തത് എത്രയാ? 18 കോടി. 1-ാം ഗഡുവില്ല, 2-ാം ഗഡുവില്ല, 3-ാം ഗഡുവില്ല. ഭവന നിർമ്മാണ പദ്ധതി മര്യാദയ്ക്ക് നേരത്തെ നടന്നിരുന്നതാണ്. പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, മത്സ്യത്തൊഴിലാളികളൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. 51,000 പേരാണ് ഈ വർഷം എഗ്രിമെന്റ് വെച്ചത്. ഞാൻ വഴങ്ങിയില്ലല്ലോ. അങ്ങിരിക്കും. ഞാൻ വഴങ്ങിയില്ല. പ്ലീസ് ഇരിക്കി. ഇതൊക്കെ നിങ്ങൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ, നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലമില്ലാതെ ഒന്നും സംസാരിക്കില്ല. ഞാൻ ഐ വിൽ ഷോ ദ റെക്കോർഡ്സ്. പല പറയില്ല. ഞാൻ പൊതുമാപ്പ് പറയാം നിയമസഭയോട്. എന്തെങ്കിലും ഫാക്ച്വലായിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ വരില്ല. ഞാൻ നോക്കാതെ പറയില്ല. വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല. നിങ്ങൾ കൊടുത്തിട്ടില്ല പണം, നിങ്ങൾ കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. 2-ാം ഗഡുവിനും 3-ാം ഗഡുവിനും വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ആളുകൾ തടുത്തു നിർത്തുവാണ് വഴിയിൽ. വിഒമാര് ആളുകളെ കാണുമ്പോൾ പുറകിലത്തെ ഡോറിൽ കൂടി ഇറങ്ങി ഓടുവാണ് പഞ്ചായത്തിൽ. അതൊക്കെയാണ് യാഥാർത്ഥ്യം. അതുപോലെ പട്ടികജാതിക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ജീവനക്കാർക്ക് എത്രയാണ്? 6 DA കുടിശ്ശികയാണ്. 6 DA കുടിശ്ശിക. ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ 6 DA കുടിശ്ശിക ഉണ്ടായിട്ടുണ്ടോ? പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയി, കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല. 30,000-നും 40,000-നും ഇടയ്ക്ക് കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഒരു പേയ്മെന്റും ഒരു സ്ഥലത്തും നടത്തുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും KSRTC പ്രതിസന്ധിയിലാണ്, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏകദേശം പൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡ് ഈ വർഷം പൂട്ടുമെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അത്രയും പരിതാപകരമായ ഒരു ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയൊക്കെ പ്രകാശിപ്പിച്ചു. അതായത് 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ 2.5-ൽ നിന്ന് 1.92 ആയി ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറഞ്ഞത് ഞങ്ങളിപ്പോൾ സമ്മതിച്ചെന്നു. ഞങ്ങളുടെ MP-മാർ മെമ്മോറാണ്ടമായി ധനകാര്യമന്ത്രിയെ, കേന്ദ്ര ധനകാര്യമന്ത്രിയെ പോയി കണ്ട് സന്ദർശിച്ചു കൊടുത്തതാണ്. അങ്ങ് വായിച്ചു കാണില്ല, അങ്ങ് അറിഞ്ഞു കാണില്ല. 2, ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിനില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് തന്ന കത്തിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് ദേശവ്യാപകമായി എടുത്തിരിക്കുന്ന നിലപാടാണ്. പോപ്പുലേഷൻ കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറയ്ക്കാൻ പാടില്ല, നമ്മുടെ വിഹിതം കുറയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് സുചിന്തിതമായ നിലപാടാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്ന നെറേറ്റീവ് എന്താണ്? കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണവും കേന്ദ്രത്തിൻ്റെ അവഗണനയാണ്. നിങ്ങളുടെ ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുന്നത്? ഞങ്ങളുടെ നെറേറ്റീവ്
നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധി പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കാരണങ്ങളിൽ വൺ ഓഫ് ദ റീസൺസ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ടാക്സിൻ്റെ കുറവാണ്. ഇവിടെ ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു എം എൽ എ പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ഇവിടെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ ജൂൺ ജൂലൈ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് 32,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും GST കോമ്പൻസേഷനും അതുപോലെ ബോറോ ലിമിറ്റിൻ്റെ ഇതും അത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 3,600 കോടിയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് 500 കോടി പെൻഷൻ്റെ പൈസ കിട്ടി. പ്രധാനമന്ത്രിക്ക് ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ അയച്ച കത്ത് വായിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന പണം 3,100 കോടി രൂപ മാത്രമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കത്ത്. 2, മുൻ ധനകാര്യമന്ത്രി ഈ നവംബർ 28-ാം തീയതി തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്രം ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എത്ര ഐറ്റമാണ്? എല്ലാ ഐറ്റവും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് 5,132 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോൾ കുറച്ച് പൈസ കിട്ടി. അതല്ല, അതും കണക്കാക്കാം. ഒരാൾ 7-ാം മാസത്തിൽ 3,100 കോടി പറയുന്നു. രണ്ടാമത്തെ ആൾ മുൻ ധനകാര്യമന്ത്രി 5,100 കോടി പറയുന്നു. ഇവിടെ വന്നിട്ട് 57,000 കോടി 61,000 കോടി എന്ന് പറയും. ഏത് കണക്കാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പിന്നെ GST കോമ്പൻസേഷൻ GST ആക്ടിൻ്റെ അകത്ത് 5 കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്. 5 കൊല്ലത്തേക്ക് ആണല്ലോ. 5 കൊല്ലം മേടിച്ചല്ലോ നമ്മൾ. 5 കൊല്ലം നമ്മൾ വാങ്ങിച്ചു. കാരണം നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് 14% അതായത് ഒരു സംസ്ഥാനത്തിന് 14% നികുതി വർധനവ് വളർച്ച ഇല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. ബിലോ 14 ആണെങ്കിൽ കിട്ടും. 5 കൊല്ലവും നമുക്ക് കോമ്പൻസേഷൻ കിട്ടി. ഇപ്പം നമ്മൾ പറയുന്നത് കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് 2021, 22, 23 സാമ്പത്തിക വർഷങ്ങളിൽ 20%-ലധികം വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന GST വളർച്ചാ നിരക്ക്. അപ്പോൾ 20% നിങ്ങൾ വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന് വാദത്തിന് സമ്മതിച്ചാൽ GST കോമ്പൻസേഷൻ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ച നമുക്ക് കിട്ടില്ലല്ലോ കേരളത്തിന്. ഇത് എന്ത് കണക്കാണ് നിങ്ങളീ പറയുന്നത്? റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% ആണ്. 14%-ൻ്റെ താഴെയാണ് ഗ്രോത്തെങ്കിൽ മാത്രമാണ് കോമ്പൻസേഷൻ കിട്ടുന്നത്. ഇവിടെ 20% എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു, ധനകാര്യമന്ത്രിയും പറയുന്നു. ഈ 20% എങ്ങനെ ഉണ്ടായതെന്നറിയാമോ? 20% കണക്കെത്രയാണെന്നറിയാം. 2017-18 3% മാത്രമേ വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. 19-20 ആയപ്പോഴേക്കും -4.9 ആയി. അടുത്ത വർഷമായപ്പോഴേക്കും -0.3 ആയി. അപ്പം -4.9 -0.3. അതിൽ നിന്ന് കോവിഡ് കഴിഞ്ഞപ്പോൾ 21-22, 22-23 അതിൽ നിന്നുണ്ടായ വർധനവാണ്. അത് വലിയ ഗ്രോത്താണ്. കേരളത്തിന് കിട്ടുന്ന ഗ്രോത്താണത്. നോർമൽ പീരീഡിൽ കേരളത്തിന് 30% ഗ്രോത്ത് GSTയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് -4-ൽ നിന്നാണ് ഈ ഗ്രോത്ത് ഈ കണക്ക് പറയുമ്പോൾ കണക്കിനൊരു കളിയുണ്ടല്ലോ. കണക്കിലൊരു കളിയുണ്ട്. -4-ൽ നിന്ന് 20 ആക്കിയിട്ട് അത് അവകാശപ്പെടുക. നമ്മൾ 20 കിട്ടിയിട്ടുണ്ട്, നമുക്ക് ടാക്സ് നമ്മൾ കിട്ടിയിട്ടുണ്ടെന്ന്. നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ ഒരു അവകാശവാദം കൂടി ഞാൻ പൊളിച്ചു തരാം. ഈ GSTയുടെ റിപ്പോർട്ടുണ്ടല്ലോ, GST റിപ്പോർട്ട്. ആ GST റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, ഈ വർഷം ഈ കറണ്ട് ഇയർ ഡിസംബർ 31 വരെ നമ്മുടെ വളർച്ചാ ശതമാനം എത്രയാണെന്നറിയാമോ? 12%. രാവിലെ ധനകാര്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് വരുന്നത്? ഹരിയാന നിന്ന്, വേറെ സംസ്ഥാനത്ത് നിന്ന്. ഹരിയാനയിലെ ഗ്രോത്ത് എത്രയെന്നറിയാം? 22%. ഹരിയാന, തമിഴ്നാടിന് 19% ഡിസംബർ 31 വരെയുള്ള GST ഗ്രോത്താണ്. കേരളത്തിന് 12% GST ഗ്രോത്താണ്. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വാറ്റിൽ നിന്നും GSTയിലേക്ക് മാറിയപ്പോൾ വി ഹാവ് ബീൻ ഡിമാൻഡിങ് ഫോർ ദ ലാസ്റ്റ് 5 years നിങ്ങൾ GSTയുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ നിങ്ങൾ മാറ്റണം. നിങ്ങൾ മാറ്റിയോ?
നിങ്ങളിപ്പോൾ പറയുന്നത് ഇന്ത്യ മുഴുവൻ മാതൃകയാണ്. ഇന്ത്യ മുഴുവൻ മാതൃകയായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലാണോ നിങ്ങൾ ഡിസംബർ 31 വരെ 12% ഗ്രോത്ത് ഉണ്ടാക്കിയത്? ബാക്കിയുള്ള അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അതാണോ കേരളത്തിൻ്റെ മോഡൽ? 1000-ഓളം പേര് GST വകുപ്പിൽ വെറുതെ ഇരിക്കുക, സിറ്റിംഗ് ഐഡിൽ, ഒരു പണിയില്ലാതെ. ഇതാണോ നിങ്ങളുടെ റീസ്ട്രക്ചറിങ്? മുഖ്യമന്ത്രിയോട് ഞാൻ പറയാം, ഇതില്ല, നമ്മുടെ ചെക്ക് പോസ്റ്റ് ഇല്ല, ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഇന്റലിജൻസ് ഫെയിൽ ചെയ്തു, ഒരു സർവൈലൻസ് എന്ന് പറയുന്ന പരിപാടിയില്ല. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? രാവിലെ മന്ത്രി പറഞ്ഞു കുറേയൊക്കെ വരുന്നുണ്ട്, കുറേയല്ല വരുന്നത്, ഭീകരമായിട്ടാണ് കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നത്. ഒരാളുമില്ല അന്വേഷിക്കാൻ, ഒരാളുമില്ല അന്വേഷിക്കാൻ. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഈ നികുതി വെട്ടിപ്പ് പുറത്ത് ബ്ലാക്ക് ബിസിനസ് നടക്കുമ്പോൾ വേറെ കുറേ പേര് കട തുറന്നിരിക്കുന്നുണ്ട്, വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വെള്ളത്തിൻ്റെ പൈസ കൊടുത്ത് ആളുകളെ ജോലിക്ക് വെച്ചുള്ള ജെനുവിൻ ടാക്സ് പെയർ ഇരിക്കുന്നുണ്ട്. അവൻ്റെ ഷട്ടറും കൂടി നിങ്ങൾ ഇടിക്കും. ഈ ബ്ലാക്ക് ബിസിനസ് കേരളത്തിൽ നടക്കുമ്പോൾ ജെനുവിനായിട്ടുള്ള കച്ചവടക്കാരൻ്റെ കട പൂട്ടിപ്പോവും. അവനാണ് നമുക്ക് ടാക്സ് തരുന്ന നികുതിദായകൻ, നമ്മുടെ ശത്രുവല്ല, നമ്മുടെ മിത്രം. ആ നികുതിദായകന്മാരെല്ലാം വിഷമിക്കുകയാണ് കേരളത്തിൽ. നിങ്ങൾ ഈ 18-28% മെറ്റീരിയൽസ് കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുവാണ്. B2B ബിസിനസ്, അതായത് അവിടെ നിന്ന് കച്ചവടക്കാർ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നു. B2C ബിസിനസ്, ഇൻഡിവിജ്വൽസ് 5000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം, 5000 സ്ക്വയർ ഫീറ്റ് ടൈൽസ് വാങ്ങി ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് അങ്ങ് വയ്ക്കുകയാണ്, ടാക്സ് കൊടുക്കുന്നില്ല. ഇത്രമാത്രം ടാക്സ് വെട്ടിപ്പ് സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എനിക്ക് കുറച്ച് സമയം കൂടി വേണം സാർ. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇത്രമാത്രം ടാക്സ് വെട്ടിപ്പ്. ഞങ്ങൾ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞു, എത്ര പ്രാവശ്യമായി ഇവിടെ ഞങ്ങൾ സ്വർണത്തെ പറ്റി പറയുന്നു. സ്വർണത്തെ പറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി സ്വർണത്തിൻ്റെ കാര്യത്തിൽ എടുക്കാൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ തയ്യാറായോ എന്നാണ് നമ്മുടെ ചോദ്യം. സർക്കാർ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? 2017 നമ്മുടെ വാറ്റ് നിയമത്തിൻ്റെ കാലത്ത് 629 കോടി ഉണ്ടായിരുന്നു ലാസ്റ്റ് 2016-17. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് 560.91 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ 2017 സ്വർണത്തിൻ്റെ 1 ഗ്രാമിൻ്റെ വില 2750 രൂപ ഉണ്ടായിരുന്നുള്ളൂ 17. ഇപ്പം എത്രയെന്നറിയോ? 5500 രൂപയാണ്. ഇരട്ടിയായി. അപ്പോൾ ടാക്സ് ഇരട്ടിയാവണ്ടേ? നിങ്ങൾ 2000 കാലഘട്ടത്തിൽ സ്വർണത്തിന് 1 ഗ്രാമിന് 500 രൂപയുള്ളു, ഇപ്പം 5500 രൂപയാണ് 1 ഗ്രാമിന്. 11% വർദ്ധിച്ചു. പണിക്കൂലിയൊക്കെ ആകുമ്പോഴേക്കും ഒരു പവന് 50,000 രൂപ, 12% വർദ്ധിച്ചു. എന്നിട്ട് ഈ 500 രൂപ ഗ്രാമിന് സ്വർണം ഉണ്ടായിരുന്ന കാലത്തെ അതേ നികുതി വരുമാനമാണ് സംസ്ഥാനത്തിന് കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ സ്വർണത്തിൽ നിന്ന് നികുതി പിരിക്കാൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കുന്ന സ്ഥലം കേരളമാണ്. ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിൻ്റെ 28% കേരളത്തിലാണ് വിൽക്കുന്നത്. നിങ്ങളെ സ്വർണം ഇത്രയും മാത്രം ബ്ലാക്ക് നടക്കുന്ന ഈ കച്ചവടത്തിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ ചെറുവിരൽ അനയ്ക്കോ? നിങ്ങൾ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് 5000 കോടി മുതൽ 10000 കോടി വരെ മിനിമം കിട്ടുമായിരുന്നു. വേറൊരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് 18000 കോടി കിട്ടുമെന്നാണ് കേരളത്തിന്. അത്രമാത്രം സ്വർണം വിൽക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങളുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ? നിങ്ങളുടെ നികുതി പിരിവ് എന്താണ്? ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടിയാണ് ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത്, പ്രൈം ഡ്യൂട്ടി. കാരണം പണം നികുതി പിരിച്ചിട്ട് വേണം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ. മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഹാവ് മിസറബിളി ഫെയിൽഡ്. താങ്കൾ പരാജയപ്പെട്ടു. താങ്കൾ ഇനിയെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ഞങ്ങൾ എത്ര പ്രാവശ്യമായി ഇത് പറഞ്ഞു? ഞങ്ങൾ പോസിറ്റീവായിട്ടല്ലേ ഓരോ കാര്യത്തെക്കുറിച്ച് പഠിച്ചത്? ഞാനിവിടെ വന്ന് ഈ നിയമസഭയിൽ പറഞ്ഞു, IGST നിങ്ങൾ എല്ലാ വർഷവും 5000 കോടി രൂപ നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ 25,000 കോടി, ഇപ്പം 30,000 കോടി നിങ്ങൾ നഷ്ടപ്പെടുത്തിയാണെന്ന് പറഞ്ഞു. അന്ന് എന്നെ പരിഹസിച്ചു. ഞാനെന്ന് പറഞ്ഞപ്പോൾ 5000 കോടിയെന്ന് ചോദിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് വന്നില്ലേ? അത് ശരിവെച്ചുകൊണ്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് 25,000 കോടി നഷ്ടപ്പെട്ടെന്ന്. എവിടെ പോയി നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്? പൂത്തിവെച്ചിരിക്കുകയാണ്. എവിടെ? എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടല്ലോ. നിങ്ങളുടെ മീറ്റിങ്ങിൽ വന്ന് ഡോക്ടർ MA ഉമ്മൻ സംസാരിച്ചതുണ്ടല്ലോ.
പാനൽ ഡിസ്കഷനിൽ കേരള ബജറ്റിനെ കുറിച്ച് എം ഉമ്മൻ നിങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികനാണ്. One of the expenditure committees had recommended that rupees 25,000 crore were lost because of not following IGST. ഇപ്പോൾ വേറെ MLA പ്രസംഗിക്കുക ഇവിടുന്ന് IGST ഒറ്റ പൈസ കിട്ടാനില്ല. IGST എന്താണെന്ന് പ്രതിപക്ഷത്തിന് അറിയില്ലെന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടും നോക്കി ഞങ്ങൾ പറയുന്ന വിലക്കെടുക്കണ്ട. ഞങ്ങളിതൊക്കെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞത്, നെഗറ്റീവായിട്ടാണോ പറഞ്ഞത്? ഒരു ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യണ്ടേ, അതല്ലേ പ്രതിപക്ഷത്തിന്റെ ജോലി. നിങ്ങളത് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ ചെയ്യണം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്. എത്ര കോടി രൂപയാണ് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ കാശ് കൊടുക്കായിരുന്നല്ലോ, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുഴുവൻ കൊടുക്കായിരുന്നല്ലോ. നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? എന്നോട് കച്ചവടക്കാർ പറഞ്ഞു സാർ, കാരണം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ്, കച്ചവടം. അവരിവിടത്തെ റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ സെപ്പറേറ്റ് ഒരു ഫോം മതി, സെപ്പറേറ്റ് ഒരു ഫോം. ആ സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ അക്കൗണ്ട് സബ്മിറ്റ് ചെയ്താൽ സെൻട്രൽ പൂളിൽ കിടക്കുന്ന IGSTയുടെ കേരളത്തിന് കിട്ടേണ്ട ഷെയർ കിട്ടും. ഇല്ലെങ്കിൽ അവർ ഓരോ കൊല്ലം കഴിയുമ്പോഴും ബാക്കി വന്ന പൈസ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഇത്രയും ഈ 5 വർഷമായിട്ട് ഇത്രയും വലിയ എമൗണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സാർ തെറ്റാവുന്നത്? ഇവിടെ പറഞ്ഞ് AK ആന്റണിയുടെ കാലത്ത് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞു. എപ്പോഴാണ് AK ആന്റണി പറഞ്ഞത്? ഞാനൊക്കെ ആദ്യമായിട്ട് ഇവിടെ MLA വരുമ്പോഴാണ് 2001. എന്താണെന്നറിയോ, 96 മുതൽ 2001 വരെ നിങ്ങളുടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. നായനാർ മുഖ്യമന്ത്രിയും ശിവദാസ മേനോൻ ധനകാര്യമന്ത്രിയായിരുന്നത്. ഇത്രയും കുഴപ്പമായിട്ടുണ്ടായില്ല, എന്നാലും ഏകദേശം ഇതിൻ്റെ അടുത്തെത്തിയിരുന്നു അന്ന്. അപ്പോഴാണ് AK ആന്റണി പറഞ്ഞത് മുണ്ട് മുറുക്കി കൊടുക്ക്, കുറച്ച് നാളത്തേക്ക് ജീവനക്കാരൊക്കെ ഒന്ന് സഹിക്കാൻ പറഞ്ഞത്. അന്ന് എന്ത് സമരമായിരുന്നു. ഇപ്പം ജീവനക്കാരോട് എന്താ നിങ്ങൾ പറയുന്നത്? 6 TA ലീവ് സറണ്ടർ അല്ലേ, മെഡിസപ്പ് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ജീവനക്കാരോട്? നിങ്ങൾ ആ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് 2 minutes. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം AK ആന്റണി ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന്. ഞങ്ങളുടെയൊക്കെ കാലത്തെ കണക്ക് ഞങ്ങൾ കാണിച്ചു തരാം, ഓരോന്നിൻ്റെയും കണക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഓരോ വിഷയത്തിലും ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആരോഗ്യമന്ത്രി തന്നൊരു മറുപടി മാത്രം പറയാം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കുടിശ്ശിക 1128 കോടി, കാരുണ്യ ബെനവലൻ പദ്ധതി 189 കോടി, ആരോഗ്യ കിരണം, അതുപോലെ അമ്മയും കുഞ്ഞും പദ്ധതി, സുഹൃതം പദ്ധതി, എല്ലാ ഹെൽത്ത് സ്കീംസും പാവപ്പെട്ടവന് കൊടുക്കുന്ന എല്ലാ സ്കീംസും ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുക. ഈ കാർഡ് എടുക്കണ്ട, കാസ്മിൻ്റെ കാർഡ് എടുക്കണ്ട, കോടികളാണ് അവർക്ക് കൊടുക്കാനുള്ളത്. നിങ്ങൾ എങ്ങോട്ടാണ് കേരളത്തിനെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് നിങ്ങൾ കേരളത്തിനെ കൊണ്ടുപോകുന്നത്? ഈ തറവാട് നിങ്ങൾ മുടിപ്പിക്കുകയാണോ? ഞാൻ പറഞ്ഞല്ലോ ബാറിന്റെ ടാക്സ്, ഞങ്ങൾ പറഞ്ഞില്ലേ ബാറിന്റെ എണ്ണം കൂടുന്നു, കൺസംഷൻ കൂടുന്നു, ബാറിൽ നിന്നുള്ള വരുമാനം താഴോട്ട് പോകുന്നു. അതെന്താ? നിങ്ങൾ പരിശോധിക്കാൻ എന്ത് സംവിധാനം ചെയ്ത്? ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് കുപ്പി കൊണ്ടുപോകല്ലേ, വാങ്ങിച്ച് ബാറിലേക്ക് കൊണ്ടുപോകല്ലേ? ആ കുപ്പി ലൂസായിട്ടല്ലേ ബാറിൽ വിൽക്കുന്നത്? 50 രൂപ അവർക്ക് ചിലവാകുന്ന ഒരു പെഗ് അവർ 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 150 രൂപയാണ് അവിടെ കൂടുതലായിട്ട് അവർക്ക് കിട്ടുന്നത്. അവരുടെ ടേൺ ഓവർ കൂടുകയാണ്. ആ ടേൺ ഓവർ കണക്കാക്കാതെ അവരൊരു കണക്ക് തരികയാണ്. അത് തന്നെ പല ബാറുകളും തരുന്നില്ല. റിട്ടേൺ ഞാൻ 2 മിനിറ്റ് അല്ലേ പറഞ്ഞു. റിട്ടേൺ പ്ലീസ് ലെറ്റ് മീ കൺക്ലൂഡ്. ആ പൈസ പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ പണം പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ആരാണ് പരിശോധിക്കുന്നത്? എന്ത് പരിശോധന നടത്തുന്നത്? ഞാൻ പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ GST അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. മുഖ്യമന്ത്രി ഒരാൾക്ക് സ്വീകരണം കൊടുത്തില്ല, ബട്ട് ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചു തന്നതിന്, സ്പോൺസർഷിപ്പ് പിരിച്ചു തന്നതിന് ഏത് GST അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിനെയാണ് സ്പോൺസർഷിപ്പിനെ ഏൽപ്പിക്കുന്നത്. എന്താണ് GST അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ജോലി? നികുതി വെട്ടിപ്പ് തടയാന്നുള്ള. നികുതി വെട്ടിപ്പ് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണപ്പിരിവ് നടത്തിയിട്ട് അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറ്റും. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സർക്കാർ കേരളത്തിലെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക്, കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കേരളത്തിലെ വികസന പദ്ധതികളും എല്ലാം തളർന്നു പോകുന്ന തരത്തിൽ കേരളത്തെ ഇവർ പിന്നോട്ട് കൊണ്ടുപോവുകയാണ്. സാർ, ഈ അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്.